നമ്മുടെ വീട് നിൽക്കുന്നത് 3 സെന്റിലാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു പുൽനാമ്പ് പോലും വെച്ച് പിടിപ്പിക്കാനുള്ള സാഹചര്യമില്ല. നമ്മുടെ സ്നേഹനിധിയായ അയൽവാസികളെല്ലാം നല്ല നല്ല ഫലവൃക്ഷങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വർഷാവർഷം നമുക്ക് അവർക്ക് കിട്ടുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ഷെയർ നമുക്കും അവകാശപ്പെട്ടതാണെന്നാണ് അവർ പറയുന്നത്. ആവശ്യമുള്ളപ്പോൾ അനുവാദം പോലും ചോദിക്കേണ്ട, ഇഷ്ടാനുസരണം പറിച്ച് കഴിച്ചോളാനാണെന്നാണ് അവർ പറയുന്നത്. ഇക്കാലത്ത് ഇത്രയും നല്ല അയൽവാസികളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഈ കാലത്ത് മരത്തിന്റെ ഇല വീണാലോ ഒരു മരത്തിന്റെ ശാഖ അപ്പുറത്തോട്ട് കിടന്നാലോ കേസ്, വഴക്ക്, അതിർത്തി തർക്കം, കൊലപാതകം വരെ നടക്കുന്ന സാഹചര്യത്തിൽ ഇത്ര നല്ല അയൽവാസികളെ കിട്ടുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 90 കിഡ്സിനെന്ന് വെച്ചാൽ റെഡ് ബോളിങ്, അമ്പഴങ്ങ, ചാമ്പയ്ക്കൊന്നും മറക്കാൻ പറ്റാത്തതാണ്. മാങ്ങ അതേപോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും വേണ്ട. റംബുട്ടാൻ, ബ്ലൂബെറി ഒക്കെ പതി, ചെറി അതേപോലുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഇഷ്ടം. കാലവർഷം നേരത്തെ വന്നതോട് തന്നെ കാറ്റും മഴയിലും ഒക്കെ കുറേയൊക്കെ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയി. കുറച്ചൊക്കെ കിട്ടി, കുറേയൊക്കെ അണ്ണാനും അല്ല കിളികളും ഒക്കെ കൊഴിച്ചു. അവർക്കൂടെ അവകാശപ്പെട്ടാണല്ലോ. അപ്പോൾ ഇവർക്ക് വേണേൽ അത് സെയിൽ ചെയ്യുക. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഒന്ന് ചോദിച്ചാണ്, അവർ ആർക്കും കൊടുക്കത്തില്ല. ഇതേപോലെ തന്നെ അവരെല്ലാം അയൽവാസികളും അവരും എല്ലാവരോടും ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും അതേപോലെ തന്നെ മരങ്ങൾ കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ നല്ല മനസ്സിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.